ഇന്നൊരു അടിപൊളി പ്രോൺസ് മസാലയൊക്കെയല്ലോ. അതിനുവേണ്ടി പ്രോൺസ് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്തോട്ട് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ഒരു 2-3 ട്രിപ്പായിട്ട് എങ്ങനെയാണോ അത് വറുത്തെടുത്ത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ വറുത്ത അതേ എണ്ണയിലേക്ക് ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുക. അതൊന്ന് മൊരിഞ്ഞ് വന്നത് കറിവേപ്പില ചേർത്ത് അതിൻ്റെ അകത്തോട്ട് 2 സവോളയും 2 പച്ചമുളകും കൂടെ കീറിയതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 തക്കാളിയും കൂടെ ചേർത്ത് മൂടി വെച്ച് അതൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതൊന്ന് വെന്ത് വന്നതും നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയാണ് ചേർത്ത്. അത് ഇഷ്ടമുള്ള മസാല ഏതോ ആ മസാലപ്പൊടി ചേർക്കാം. എന്നിട്ടത് വാടി അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നതും അതിൻ്റെ അകത്തോട്ട് വറുത്ത് വെച്ച പ്രോൺസും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതൊന്ന് റെഡി ആയത് അതിൻ്റെ അകത്തോട്ട് ഒരു പിടി കാഷ്യൂനട്ട് കുതിർത്തത് അരച്ച് അത് ചേർത്ത് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മസാല റെഡിയാക്കി അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ റെഡി.